സന്ദർശനത്തെക്കുറിച്ച് അരുൺ കൂടി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, സ്വാഭാവികമായും അദ്ദേഹം അതിശക്തമായ ഭാഷയിലാണ് ആദ്യ ദിവസം തന്നെ പ്രതികരിച്ചത്. CPM പ്രതിരോധത്തിലായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ CPI മന്ത്രി സന്ദർശിക്കുന്നതിനെ രാഷ്ട്രീയമായി കാണണോ, അതോ ഒരു ഭരണാധികാരി എന്ന നിലയിൽ കാസർഗോഡുകാരനാണ് അദ്ദേഹം, ആ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ ചെയ്ത ഒരു നല്ല മാതൃകയായി കാണണോ? റവന്യൂ മന്ത്രിയാണ് ഇന്ന് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട്ടിലെത്തിയത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ കൃത്യമായിരുന്നു. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാൻ പാടില്ല, അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യും. ക്രൂരവും പൈശാചികവുമായ ഇത്തരം കൃത്യങ്ങൾക്ക് ഒരിക്കലും സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗമായ മിഷനറികളുടെയോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടലുണ്ടാവും എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു. കൃത്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. സ്വാഭാവികമായും ആദ്യമായി ഈ സംഭവം ഉണ്ടായപ്പോൾ ഏറ്റവും രൂക്ഷമായി വിമർശിച്ചതും റവന്യൂ മന്ത്രി തന്നെയായിരുന്നു. അദ്ദേഹമാണ് ഇന്ന് വീട്ടിൽ ചെന്ന് സംതൃപ്ത കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനായി അവിടെ എത്തിയത്. അതുമാത്രമല്ല, കൃപേഷിൻ്റെ അച്ഛൻ പറഞ്ഞ പരാതികൾ സർക്കാർ ഗൗരവപൂർവ്വം എടുക്കുമെന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കും എന്ന ഉറപ്പുകൂടി നൽകിയാണ് റവന്യൂ മന്ത്രി ഇവിടുന്ന് മടങ്ങിയത്. സ്വാഭാവികമായും അതിന് രാഷ്ട്രീയം കാണണോ അതോ ഒരു നല്ല മാതൃകയായി കാണണോ എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നതും. റവന്യൂ മന്ത്രി എത്തിയതും ആ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചതും ഈ മിനിറ്റിൽ ഏറ്റവും വലിയ വാർത്തയാവുന്നതും അതുകൊണ്ട് തന്നെയാണ്. അരുൺ ചേരുന്നു. അരുൺ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന റവന്യൂ മന്ത്രിയുടെ സന്ദർശനത്തെക്കുറിച്ചാണ്. സന്ദർശനം കാസർഗോഡുകാരനായ മന്ത്രി ഇത്തരം ഒരു വലിയ വിഷമഘട്ടത്തിൽ ആ കുടുംബാംഗങ്ങൾ നിൽക്കുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാനായി ചെല്ലുന്നു. അതൊരു നല്ല മാതൃകയായി കാണണോ, അതോ CPM വളരെ പ്രതിരോധത്തിലായി നിൽക്കുന്ന ഘട്ടത്തിൽ ഒരു CPI മന്ത്രി പോകുന്നു എന്നതിൽ രാഷ്ട്രീയമായി കാണണോ? ഏതാണ് ഈ ഘട്ടത്തിൽ ഉചിതമാവുക? ഗോപി, ഇക്കാര്യത്തിൽ രാഷ്ട്രീയമാനം ഇല്ലാതില്ല. കാരണം ഈ കൊലപാതകം വന്ന ഉടൻ ആദ്യം പ്രതികരിച്ചത്, അതിനെ ശക്തമായ ഭാഷയിൽ അപലപിച്ചത് റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരനാണ്. അദ്ദേഹം ആ കാസർഗോഡ് ജില്ലക്കാരനാണ്. അതിലെ എല്ലാ അമർഷവും പങ്കുവച്ചുകൊണ്ടാണ് ആദ്യം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇന്നലെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ പ്രതികരണവും ശ്രദ്ധേയമാണ്. ഈ തൽക്കാലം കോടിയേരി ബാലകൃഷ്ണൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് വിശ്വസിക്കണം, അവർക്ക് അതിൽ പങ്കില്ല എന്ന് പറയുന്നു. കൊലപാതകത്തെ പൂർണ്ണമായി അപലപിക്കുമ്പോഴും ഇതിൽ CPIക്ക് വലിയ അതൃപ്തിയുണ്ട്. അതിന് പ്രധാന കാരണം സമാധാനം എന്ന മുദ്രാവാക്യം കൂടി ഉയർത്തിക്കൊണ്ടാണ് ഇടതുമുന്നണിയുടെ മേഖലാ ജാഥകൾ പര്യടനം ആരംഭിച്ചത്. അതിൽ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നയിക്കുന്ന മേഖലാ ജാഥ, വടക്കൻ മേഖലാ ജാഥ കാസർഗോഡ് ജില്ലയിൽ ഉള്ളപ്പോഴാണ് ഇത്തരമൊരു ദാരുണ സംഭവം ഉണ്ടായത്. തുടർന്ന് മേഖലാ ജാഥകൾ നിർത്തിവെക്കേണ്ടി വരുന്നു. CPM വലിയ പ്രതിരോധത്തിലാവുന്നു, അതിനൊപ്പം സർക്കാരും മുന്നണിയും പ്രതിരോധത്തിലാവുന്നു. ഇതിൽ കടുത്ത അതൃപ്തി CPIക്ക് ഉണ്ട് എന്നത് വാസ്തവമാണ്. ഇന്നത്തെ റവന്യൂ മന്ത്രി ചന്ദ്രശേഖരന്റെ സന്ദർശനത്തെ അതായി മാത്രം കാണാൻ കഴിയില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതിലൊരു സമവായ നീക്കത്തിനുള്ള ശ്രമമുണ്ട്. പ്രശ്നം കൂടുതൽ വഷളാകാതിരിക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, അത്തരം നടപടി വേണമെന്ന ആവശ്യം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് മന്ത്രിയുടെ സന്ദർശനത്തിൽ വലിയ രാഷ്ട്രീയമായ എതിർപ്പ് CPM പ്രകടിപ്പിക്കില്ല. പ്രത്യേകിച്ചും CPMനെ ഈ കിട്ടുന്ന അവസരം ഉപയോഗിച്ച് CPMനെ അടിക്കാൻ CPM ഉപയോഗിക്കുന്ന വടിയായി CPM ഈ ഘട്ടത്തിനെ കാണില്ല. കാരണം ഏതെങ്കിലും തരത്തിൽ ഈ പ്രശ്നത്തിന്റെ ആഘാതം, അതിന്റെ തീവ്രത കുറയ്ക്കുക എന്ന ലക്ഷ്യവും സർക്കാരിനും CPMനും മുന്നിലുണ്ട്. അതുകൊണ്ട് റവന്യൂ മന്ത്രിയുടെ സന്ദർശനം കൊണ്ട് എന്തെങ്കിലും ഗുണം സർക്കാരിനെതിരായ വികാരത്തിലുണ്ടാവുന്നെങ്കിൽ അത് ഉണ്ടായിക്കോട്ടെ എന്ന നിലപാട് CPM സ്വീകരിച്ചേക്കും. മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ CPM നേതാക്കളോ ഈ സന്ദർശനം തള്ളിപ്പറയാൻ സാധ്യതയില്ല. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ഹക്കീം, റവന്യൂ മന്ത്രി അവിടെ എത്തി, കുടുംബാംഗങ്ങളെ കണ്ടു, അവരോട് സംസാരിച്ചു. എങ്ങനെ കാണുന്നു ഈ സന്ദർശനത്തെ? റവന്യൂ മന്ത്രിയുടെ സന്ദർശനത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ കേൾക്കാൻ പറഞ്ഞോളൂ. റവന്യൂ മന്ത്രിയുടെ സന്ദർശനത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അന്വേഷണം ഒരു വല്ലാത്ത തലത്തിലോട്ട് പോകുന്ന സാഹചര്യത്തിൽ മന്ത്രി CBI അന്വേഷണം ആവശ്യപ്പെടണം. കാരണം നിയമത്തിന്റെ മുന്നിൽ പ്രതികളെ കൊണ്ടുവന്ന് പ്രതികളെ ശിക്ഷിക്കണം എന്നതാണ് ഈ മന്ത്രിയും അവരുടെ കുടുംബത്തിന് ഒരു ആശ്വാസം നൽകുന്ന സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് അവർ എത്തിച്ചേർന്നതെങ്കിൽ മന്ത്രി എന്നുള്ള നിലയിൽ സംസ്ഥാന ഗവൺമെന്റിനോടും CBI അന്വേഷണം ആവശ്യപ്പെട്ട് സപ്പോർട്ട് ചെയ്യണമെന്നതാണ് നിങ്ങൾക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. അതായത് അന്വേഷണത്തിൽ ഇപ്പോൾ ജനങ്ങൾക്കും അല്ലെങ്കിൽ ഈ കുടുംബാംഗങ്ങൾക്കുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിന് മന്ത്രി അടക്കം ഇടപെടണം. മന്ത്രി അടക്കം ഇടപെടണം. കാരണം അന്വേഷണത്തെ വഴിതിരിച്ചു വരുന്ന ഒരു ഘട്ടത്തിലോട്ടാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. അപ്പൊ മന്ത്രിയുടെ സന്ദർശനത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ കുടുംബം ആവശ്യപ്പെടുന്നത് CBI അന്വേഷണമാണ്. ആവശ്യത്തോടൊപ്പം നിന്ന് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി മന്ത്രി തയ്യാറാവണം. അതിന് സംസ്ഥാന സർക്കാർ മന്ത്രി സമ്മർദ്ദം ചെലുത്തണമെന്നാണ് നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ. ശരി, ശ്രീ ഹക്കീം കുന്നിൽ. മനുവിലേക്ക് വീണ്ടും. മനു, ഈ അദ്ദേഹത്തിന്റെ സന്ദർശന വേളയിൽ കുടുംബാംഗങ്ങൾ അന്വേഷണത്തിലുള്ള അതൃപ്തി വല്ലതും അറിയിച്ചതായി അറിയുമോ? എന്താണ് അത്തരം കാര്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചത് അല്ലെങ്കിൽ പ്രതികരിച്ചിട്ടുണ്ടോ?
മനു ടെലിഫോൺ ലൈനിൽ ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നു. മനുവിലേക്ക് വരാം. ഇപ്പോൾ അരുണിലേക്ക് വീണ്ടും. അരുൺ, അന്വേഷണത്തിലുള്ള അതിർത്തി അല്ലെങ്കിൽ അന്വേഷണത്തിലുള്ള അതിർത്തി വീട്ടുകാർ പ്രകടിപ്പിച്ചു. അതിൽ മന്ത്രി എന്ത് പറഞ്ഞു എന്ന് നമുക്കറിയില്ല. മനുവിനെ കിട്ടുന്ന മുറയ്ക്ക് നമുക്കത് മനുവിനോട് ചോദിക്കാം. എന്നിരുന്നാൽ തന്നെയും അത്തരം വിഷയങ്ങളിലേക്ക് വരുമ്പോൾ റവന്യൂ മന്ത്രിയുടെ സന്ദർശനത്തെ ഒരു തണുപ്പിക്കൽ പ്രക്രിയ എന്ന രീതിയിൽ കാണാൻ കഴിയുമോ? ഗോപി, അങ്ങനെ കൂടി കാണേണ്ടി വരും. കാരണം ഏത് വിധേന ഈ പ്രശ്നം പരിഹരിക്കുക അല്ലെങ്കിൽ അതിന് സർക്കാരിനെതിരെ ഉയർന്ന വികാരം തണുപ്പിക്കുക എന്ന ലക്ഷ്യം സർക്കാരിന് മുന്നിലുണ്ട്. CPI പ്രാദേശിക നേതാക്കളെങ്കിലും അവിടെ സന്ദർശിക്കണമെന്ന അഭിപ്രായം പാർട്ടി വിഭാഗത്തിലുമുണ്ട്. അത്തരത്തിൽ CPI നേതാക്കൾ സന്ദർശിക്കുമ്പോൾ ഇപ്പോൾ സുരക്ഷാ പ്രശ്നം അടക്കമുണ്ട്. കാരണം വലിയ വികാരം സർക്കാരും CPM-നെതിരെ ഉയർന്നു വന്നിരിക്കുന്നു. ആ സാഹചര്യത്തിൽ പൊടുന്നനെ CPI നേതാക്കൾ ഈ സ്ഥലത്തേക്ക് പോയാൽ അത് വലിയ വികാരമുണ്ടാക്കുമെന്ന വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് CPI നേതാക്കൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. CPI നേതാക്കൾ പോയി ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചാൽ അതിൽ സർക്കാർ സന്തോഷിക്കും. പ്രത്യേകിച്ചും എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം CPM-ഉം സർക്കാരും ആഗ്രഹിക്കുന്നുവെന്ന് വ്യക്തമാണ്. ഇടതുമുന്നണി മേഖലാ ജാഥകൾ പുരോഗമിക്കുന്നു. അവിടെയെല്ലാം ഇതിന് മറുപടി പറയേണ്ടി വരും. കേന്ദ്രത്തിനെതിരെ വലിയ മുദ്രാവാക്യം ഉയർത്തി ശബരിമല വിഷയത്തിലടക്കം കോൺഗ്രസിന്റെ കൃത്യമായ നിലപാടില്ലായ്മ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു പര്യടനമാണ് ഇടതുമുന്നണി ഉദ്ദേശിച്ചത്. ഒപ്പം സർക്കാർ വികസന നേട്ടങ്ങളും പങ്കുവയ്ക്കണം. പക്ഷേ അതിനൊന്നും കഴിയാത്ത തരത്തിലുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു. എല്ലായിടത്തും ഈ കൊലപാതകത്തിന് മറുപടി പറയേണ്ട ബാധ്യതയിലാണ് ഇരു മേഖലാ ജാഥകളുടെയും ജാഥാ ക്യാപ്റ്റൻ, അതായത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും CPI-യുടെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും. അധിക നാൾ ഇതൊരു നീട്ടിക്കൊണ്ടുപോകുക CPM-ഉം ഇടതുമുന്നണിയും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എത്രയും വേഗം പ്രശ്നം പരിഹരിക്കണം. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിൽ അന്വേഷണത്തിൽ തന്നെ വലിയ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടെന്ന വിമർശനം ഉയർന്നു വരുന്നു. ഇപ്പോൾ മനു ടെലിഫോൺ ലൈനിലുണ്ടെന്ന് കരുതുന്നു. മനു, ഇപ്പോൾ DCC പ്രസിഡന്റ് അല്പം മുമ്പ് ടെലിഫോൺ ലൈനിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം, ഈ സന്ദർശനത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അന്വേഷണം നേരായ രീതിയിൽ കൊണ്ടുപോകാൻ അദ്ദേഹം മന്ത്രി ഇടപെടണം എന്നൊരു വാചകമാണ് അദ്ദേഹം പറഞ്ഞത്. മനു, ഈ മന്ത്രിയുടെ സന്ദർശന വേളയിൽ കുടുംബാംഗങ്ങൾ അന്വേഷണത്തിലുള്ള അതിർത്തി വല്ലതും പറഞ്ഞിരുന്നോ? മന്ത്രി അതിനോട് പ്രതികരിച്ചോ? എന്താണ് അറിയാൻ കഴിയുന്നത്? അല്ല, അന്വേഷണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കുക. എങ്കിലും കുറ്റവാളികളെ പിടികൂടണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. അത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. മേലാൽ ഇത്തരം ഒരു സംഭവം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ഈ പ്രദേശത്ത് നിരന്തരമായി നടക്കുന്ന സംഘർഷത്തെക്കുറിച്ച് ബുദ്ധിമുണ്ട്. അത് ഒഴിവാക്കാനുള്ള നടപടികളും സ്വീകരിക്കുമെന്നാണ് മന്ത്രി കുടുംബത്തിന് ഉറപ്പ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഈ കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനുള്ള കാര്യം സർക്കാരിനെ അറിയിക്കുമെന്നും അത് സർക്കാരിന്റെ ഒരു പ്രതിനിധിയായി തന്നെയാണ് താൻ ഇവിടെ എത്തിയിട്ടുള്ളതും എന്നുമാണ് മന്ത്രി കുടുംബാംഗങ്ങളെ അറിയിച്ചത്. പിന്നീട് കൃപേഷിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ പട്ടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു. ഏതായാലും കൂടുതൽ സമയവും കുടുംബാംഗങ്ങളെ സമാശ്വസിപ്പിക്കാനും ഈ കൊലപാതകത്തിൽ സർക്കാർ ഇതിനെ അപലപിക്കുന്നുവെന്നും ശക്തമായി കുടുംബത്തോടൊപ്പം നിൽക്കുന്നു എന്നും വ്യക്തമാക്കാൻ കൂടിയാണ് മന്ത്രി സമയം ചെലവഴിച്ചത്. അതാണ് അദ്ദേഹം കൂടുതലായും ഈ കുടുംബങ്ങളോട് പറഞ്ഞത്. ഇവരുടെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ, ഇനി സംസ്ഥാനത്ത് നടക്കാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നതാണ് പൊതുവെ സർക്കാർ എല്ലാ തരത്തിലും ഈ കൊലപാതകത്തെ അപലപിക്കുന്നു. അതിന് യാതൊരു തരത്തിലുള്ള ഒരു പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കിട്ടുകയില്ല എന്ന ഒരു ഉറപ്പും മന്ത്രി കൊടുത്തു. ഒപ്പം തന്നെ ഈ കുടുംബാംഗങ്ങളുടെ ഇതിന്റെ അന്വേഷണം ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ നടത്തുകയും മുഴുവൻ കുറ്റവാളികളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിനും വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് മന്ത്രി കുടുംബാംഗങ്ങൾക്ക് ഉറപ്പ് നൽകിയത്. തീർച്ചയായും അന്വേഷണത്തെക്കുറിച്ച് നാട്ടുകാർക്കിടയിൽ ഇത് ശ്രദ്ധിക്കുന്ന ജനങ്ങൾക്കിടയിലേറെ ആശങ്കകളും സംശയങ്ങളും ഉള്ള ഒരു ഘട്ടത്തിൽ കൂടിയാണ് മന്ത്രിയുടെ സന്ദർശനം. ഒരു കാര്യം കൂടി മനു, ഈ കൃപേഷിന്റെ കുടുംബം അന്വേഷണത്തിൽ അതിർത്തിയിൽ കോടതിയെ നിയമസഭ വഴി തേടുന്നു, ഹൈക്കോടതിയെ സമീപിക്കുന്നു തുടങ്ങിയ ചില അഭ്യൂഹങ്ങൾ കൂടി കേൾക്കുന്നു. ശരിയാണോ? അറിഞ്ഞോ? ഈ അന്വേഷണത്തിൽ കൊട്ടേഷൻ സംഘങ്ങളുടെ പങ്ക് ഏത് തരത്തിൽ ആണ് എന്നതിനെ കുറിച്ചുള്ള വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. ഏതായാലും ഈ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വവും അതുപോലെ ഇവിടുത്തെ നാട്ടുകാരും കൃപേഷിന്റെ ബന്ധുക്കളുമെല്ലാം തന്നെ ഇതിന്റെ പുറകിൽ കൊട്ടേഷൻ സംഘങ്ങളുടെന്നും ഉന്നതമായ ഇടപെടലും ഈ കൊലപാതകത്തിലുണ്ട് എന്നും തറപ്പിച്ച് തന്നെ പറയുന്നു. ഇത് പീതാംബരൻ ഒറ്റയ്ക്ക് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലയല്ല. ഇതിനു പുറകിൽ വ്യക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ഉന്നത രാഷ്ട്രീയ ബന്ധമുണ്ട്. ആ നിലപാട് തന്നെ അവർ തുടരെ ആവർത്തിക്കുന്നു. കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടി എത്തിയപ്പോഴും ഇത് പീതാംബരന്റെ തലയിൽ മാത്രം കെട്ടിവെച്ചുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല, ഇതിന്റെ പുറകിലുള്ള എല്ലാ ആളുകളും പിടികൂടപ്പെടേണ്ടു. കൊട്ടേഷൻ സംഘങ്ങൾ വളരെ കൃത്യമായി പരിശീലനം ലഭിച്ച കൊലയാളി സംഘം തന്നെയാണ് ഈ ശരത്ലാലിനെയും കൃപേഷിനെയും വകവരുത്തിയിട്ടുള്ളത് എന്ന ഒരു പൊതു നിലപാടാണുള്ളത്. ആ നിലപാട് ഏറ്റവും ശക്തമായി തന്നെ കരുത്തോടുകൂടി തന്നെ അവർ ഉന്നയിക്കുന്നു. ഒരുപക്ഷെ ഈ അന്വേഷണം ശരിയായ ദിശയിലേക്ക് നീങ്ങുന്നില്ലെന്ന് കണ്ടാൽ അതിന് സമാന്തരമായി കോടതി നിയമ നടപടികൾക്ക് അവർ പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ സർക്കാരും ഇത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നു വരുന്നു. കാരണം കണ്ണൂർ, കാസർഗോഡ് മേഖലയുടെ ചുമതലയുള്ള ക്രൈംബ്രാഞ്ച് SP ആയി
കഴിഞ്ഞ ദിവസം വരെ ഇവിടെ ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ ശ്രീനിവാസ് ജില്ലാ പോലീസ് മേധാവി മാറിയിരിക്കുന്നു. പുതിയ ജില്ലാ പോലീസ് മേധാവിയാണ് ഇന്ന് തൊട്ട് ഇന്നലെ വൈകുന്നേരം ചാർജ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ശ്രീനിവാസ് തന്നെ ഈ അന്വേഷണത്തിൽ തുടരുക എന്ന നിലപാട് കൂടി സർക്കാരിനുണ്ട്.